സംസ്ഥാനത്ത് മഴ കനത്തതോടെ തീരദേശത്തെ ജനങ്ങൾ ആശങ്കയിലാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ശക്തമായ കടൽക്ഷോഭമാണ് പലയിടങ്ങളിലും. തിരുവനന്തപുരം വലിയതുറയിൽ കടലാക്രമണത്തിൽ നിരവധി വീടുകൾ തകർന്നു. എറണാകുളം ചെല്ലാനത്തും കണ്ണമാലിയിലും കടൽക്ഷോഭം രൂക്ഷമാണ്. ഈ വീടിന്റെ വാതിൽ തുറക്കുന്നത് ഒരു ഹോളിലേക്കല്ല, പകരം വീശിയടിക്കുന്ന ഈ തിരമാലകളിലേക്കാണ്. ഇതാണ് കൊച്ചുതോപ്പിലെ തീരപ്രദേശത്തുള്ള കാഴ്ച. ഈ വീടിന്റെ ഓണർ ക്രിറ്റിക്കലായിട്ട് ഇപ്പം മെഡിക്കൽ കോളേജിൽ കിടക്കുകയാണ്. കയറി കിടക്കാൻ ഒരു നല്ല ഭവനം പോലും ഇല്ല. അവര് പല പല വീടുകളിലായിട്ടാണ് മക്കൾ ഇന്ന് അന്തി ഉറങ്ങുന്നത്. വലിയതുറ കൊച്ചുതോപ്പിൽ 10-ലധികം വീടുകളാണ് ഈ കഴിഞ്ഞ ദിവസം കടലെടുത്തത്. കടലിടിച്ചു കയറിയപ്പോൾ ജീവനും കയ്യിൽ പിടിച്ച ഇവിടുത്തെ മനുഷ്യർ പലായനം ചെയ്തു. ഓക്കി ഉണ്ടായത് മുതൽ ഈ പ്രദേശം കടലാക്രമണ ഭീതിയിലാണ്. തീരം കടൽ വിഴുങ്ങിയിട്ടും അധികാരികൾ മൗനത്തിൽ തന്നെ. പലകുറി നൽകിയ ഉറപ്പുകൾ ഒന്നും തന്നെ പാലിക്കപ്പെട്ടില്ല. ഈ ജനങ്ങൾക്ക് വേണ്ടി, ഈ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി എന്ത് ചെയ്തവര്? ഒന്നും ചെയ്തിട്ടില്ല. അവരിങ്ങനെ കുറെ പേര് വരും, കുറെ വാഗ്ദാനങ്ങൾ കൊടുക്കും, അങ്ങ് പോകും. ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമായിട്ട് കുറെ രാഷ്ട്രീയക്കാർ ഇറങ്ങി വരും. എറണാകുളത്തും സ്ഥിതി മോശമാണ്. മഴ കനത്തതോടെ ചെല്ലാനത്തും കണ്ണമാലിയിലും കടൽ ഇരച്ചുകയറി. കള്ളക്കടൽ പ്രതിഭാസം കൂടിയായതോടെ നാളെ രാത്രി വരെ സംസ്ഥാനത്തെ വിവിധ തീരപ്രദേശങ്ങളിൽ റെഡ് അലേർട്ടും ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ മേഖലകളിൽ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.